കുറേ ദിവസമായില്ലേ നമ്മൾ ഒബെന്തോ വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ ഒബെന്തോ സ്പെഷ്യലായിട്ടുള്ളത് ജാപ്പനീസ് കത്സു ആണ്. ഹോറൻസോ എന്ന് പറഞ്ഞൊരു ചീര ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ തോരനും ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് പുതിയതായിട്ട്. കത്സു ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് ഒരു തവണ. അപ്പോൾ നന്നായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒബെന്തോയിൽ വെക്കാൻ വേണ്ടിയിട്ട് കത്സു ഉണ്ടാക്കാൻ തുടങ്ങിയത്. തിന്നായിട്ടുള്ള പോർക്കിൻ്റെ സ്ലൈസസ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് കത്സു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടകളിൽ വിൽക്കുന്നതാണ്. ഇതിൽ കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ഇതിന് മുകളിലേക്ക് നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മുട്ടയിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിനകത്തിട്ട് മുക്കി എണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയത്ത് നമ്മൾ ഒബെന്തോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒത്തിരി എണ്ണ യൂസ് ചെയ്യാറില്ല. കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനിൽ ജസ്റ്റ് അതൊന്ന് വറക്കാൻ വേണ്ട എണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എണ്ണയും വേസ്റ്റ് ആവത്തില്ല. പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതിനും ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ജാപ്പനീസ് കത്സു ആണിത്. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ ഇതിനെ സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഒബെന്തോയിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഇതിനെ സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ ഇനി ചോറിൻ്റെ മുകളിലേക്ക് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ചീരത്തോരനും പിന്നെ നമ്മുടെ സാധാരണ ഐറ്റംസായ ക്യാരറ്റും കുക്കുംബറും ടൊമാറ്റോയൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറ് വിളമ്പി അതിൻ്റെ പുറത്തേക്ക് ഈ കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് നിരത്തി വെക്കും. ചോറ് കുറച്ച് മാത്രമേ വെക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കത്സുവിൻ്റെ കഷ്ണങ്ങൾ അധികം വന്നു. അപ്പോൾ ഞാൻ ചോറിൻ്റെ മുകളിൽ തികയാത്തത് ബാക്കി വന്നത് നമ്മൾ പച്ചക്കറിയുടെ കൂടെ വെച്ചിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തേക്ക് വേണ്ട ഒബെന്തോ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിൻ്റെ ജാപ്പനീസ് വേർഡാണ് കേട്ടോ ഒബെന്തോ.